പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഡിസംബർ 1 മുതൽ 19 വരെയാണ് സമ്മേളനം. ആകെ 15 ദിവസം സഭ സമ്മേളിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന സമ്മേളനം എന്ന ഒരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. SIR അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ശൈത്യകാല സമ്മേളനത്തിന് തീയതി ആയിരിക്കുകയാണ് പറയുന്നത്. രാഖി, 1 മുതൽ 15 വരെ നടക്കുന്ന ഈ ശൈത്യകാല സമ്മേളനം അത് ഭരണപക്ഷം സ്വാഭാവികമായും ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരുപക്ഷെ NDA സഖ്യത്തിന്റെ മഹാവിജയത്തിന് ശേഷം നടക്കുന്ന ആദ്യ സഭാ സമ്മേളനമാണ്. പ്രതിപക്ഷം ഉന്നയിച്ച പല ആരോപണങ്ങളും അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു എന്ന് ഭരണപക്ഷത്തിന് കൃത്യമായി സഭയിൽ ഓർമ്മപ്പെടുത്താൻ ലഭിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ഭരണപക്ഷം NDA BJP കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, SIRമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സംശയനിലയിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാനും ആ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കൃത്യമായി തെളിയിക്കുവാനും ലഭിക്കുന്ന അവസരമാണ്. ഹരിയാനയിലടക്കം ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ വലിയ രീതിയിൽ വോട്ടുചോരി ആരോപണം നടത്തിയ രാഹുലിന് കൃത്യമായി മറുപടി നൽകാൻ ലഭിക്കുന്ന അവസരമാണ്. അത് കൃത്യമായി ഭരണപക്ഷം ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന ആദ്യ നിയമസഭാ സമ്മേളനം, അത് ശൈത്യകാല സമ്മേളനം 1 മുതൽ 19 വരെ 15 ദിവസം ചേരുന്ന ആ സമ്മേളനം പരമാവധി ഭരണപക്ഷം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണപക്ഷത്തിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ആശങ്ക കാണും. അത് കൃത്യമായി തന്നെ ഈ SIR വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധമുയർത്തി സഭ സ്തംഭിപ്പിക്കുവാനുള്ള മുൻകാല നടപടികളെന്ന് അല്ലെങ്കിൽ മുൻകാലത്ത് നടത്തിയ പ്രവർത്തികൾ പോലെ തന്നെ ഈ സഭാ സമ്മേളനവും സ്തംഭിപ്പിക്കുവാൻ വേണ്ടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും നീക്കമുണ്ടാകുമെന്നുള്ളതാണ് രാഷ്ട്രീയ വിദഗ്ധർ മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. രാഖി, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഡിസംബറിലാണ്. ഡിസംബർ 1 മുതൽ 19 വരെയാണ് സഭ സമ്മേളിക്കുക. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.